നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ലക്കൽ ലൈഫ് മലയാളം ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ജന്മസംഖ്യകളുടെ ഭാഗ്യനിർഭാഗ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജന്മസംഖ്യ 1 മുതൽ 8 വരെയുള്ള ആളുകളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോകളൊക്കെ നമ്മളുടെ ചാനലിലുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് പറയുന്നത് ജന്മസംഖ്യ 9 ആയിട്ടുള്ള ആളുകളുടെയാണ്. 9 എന്ന ജന്മസംഖ്യയുടെ അധിപൻ ചൊവ്വയാണ്. 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9 ആകുന്നു. അതായത് 9 എന്ന് പറയുമ്പോൾ സെയിം തന്നെ, 18 എന്ന് പറയുമ്പോൾ 1 + 8 9, 27 എന്ന് പറയുമ്പോൾ 2 + 7 9. ഈ 9 എന്ന ജന്മസംഖ്യയുള്ള ആളുകള് വളരെ ബുദ്ധിമുട്ടിൽ കൂടി ജീവിച്ച് ഉയർന്ന ജീവിത നിലവാരത്തിൽ എത്തിച്ചേരുന്നവരാണ്. ഇവരെ പ്രകോപിപ്പിക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നമ്മൾക്ക് നാശം തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ആശ്രിതർക്ക് ഇവർ അർഹിക്കുന്നതിൽ കൂടുതൽ എന്ത് സഹായവും ചെയ്യുവാൻ യാതൊരു മടിയും കാണിക്കാറില്ല. ഈ 9 ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകള് വാക്ക് തർക്കങ്ങളിലും മറ്റും ഇടപെട്ട് ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. ഈ 9 ജന്മസംഖ്യ ആയിട്ടുള്ള ആളാണ് താങ്കളെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തോ സ്വന്തക്കാരോ ബന്ധക്കാരോ ആരെങ്കിലും 9 ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും ശ്രദ്ധിക്കാൻ പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക. ഇവർ നല്ല സംഘാടകരായിരിക്കും. 9 ജന്മസംഖ്യ ഉള്ള ഇവർ നല്ല കാര്യപ്രാപ്തിയുള്ളവരും ആയിരിക്കും. ഇവർക്ക് സാംസ്കാരിക രംഗങ്ങളിൽ നന്നായിട്ട് ശോഭിക്കാൻ കഴിയും. കൂടാതെ സേനകളിൽ, അതായത് മിലിറ്ററി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ ജീവിക്കുന്നവരിൽ ഏറിയ കൂറും ഇവരോട് ശത്രുതാ മനോഭാവം പുലർത്തുന്ന ആളുകളായിരിക്കും. എതിർക്കുന്നവരെ നിർദാക്ഷിണ്യം ഇവർ നശിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവർക്കെതിരെ നിരവധി കേസുകളും നിലവിലുണ്ടാകും. ഇവരിൽ ഭൂരിഭാഗം പേരും അന്തസ്സും മാന്യതയും കളഞ്ഞുള്ള ജീവിതമായിരിക്കും നയിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 9 ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകൾ. ഇവരെ ആരും ഉപദേശിക്കുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഇക്കൂട്ടരുടെ ദാമ്പത്യ ജീവിതവും തികച്ചും പരാജയം തന്നെയായിരിക്കും. കാരണം നേർവഴിക്ക് പോകാത്ത ഒരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ദാമ്പത്യ ജീവിതവും പരാജയം തന്നെ ആയിരിക്കും. ഇവർക്ക് വേറെ ഏറ്റവും വലിയൊരു കുഴപ്പമുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർ മദ്യത്തിന് അടിമകളാകാറുണ്ട്, മയക്കുമരുന്നിന് അടിമകളാകാറുണ്ട്. ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം മാരക രോഗങ്ങൾ ഇവർക്ക് പിടിപെടുന്നതായിട്ടും സാധാരണഗതിയിൽ കാണാറുണ്ട്. ഇവരുടെ തൊഴിൽ മേഖലകളിൽ കൂടുതലും മിലിറ്ററി, രാഷ്ട്രീയം ഇല്ലെങ്കിൽ മദ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തൊഴിലായിരിക്കും ഇവർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 9 ജന്മസംഖ്യ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. 9 ജന്മസംഖ്യയുള്ള സ്ത്രീകളും തന്റേടികളും അഹങ്കാരികളുമായിരിക്കും. പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ത്രീ പക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും നമുക്ക് ഉണ്ടാവുക. 3, 6, 9, 12, 15, 18, 21, 24, 27, 30 ഈ തീയതികൾ ഇവർക്ക് അനുകൂലമായിരിക്കും. പിന്നെ ഇവർക്ക് ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ അനുകൂലമായിരിക്കും. ഈ ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മുൻ പറഞ്ഞ തീയതികളും കൂടെ ചേർന്ന് വന്നാൽ കുറച്ചുകൂടി ഉത്തമമായിരിക്കും. ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് റോസും പിങ്കുമാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഇവർ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇവരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് മാണിക്യമാണ്. പിന്നെ ഇവർ ഈശ്വര പ്രീതിക്കായിട്ട് ദേവിയെ ഭജിക്കാവുന്നതാണ്, ദേവി സ്തോത്രങ്ങൾ ചൊല്ലാവുന്നതാണ്, മനസ്സു മാറാൻ പ്രാർത്ഥിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ സുബ്രഹ്മണ്യനെയും ഭജിക്കാവുന്നതാണ്. അത്തരത്തിൽ ഭജിക്കുന്ന ആളുകൾക്ക് ഈ ഫലങ്ങൾ കുറഞ്ഞിരിക്കും. അതായത് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറഞ്ഞിരിക്കും. അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്.
ഇന്നിവിടെ പറഞ്ഞത് 9 ജന്മസംഖ്യയുള്ള ആളുകളുടെ കാര്യമാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.